വീഡിയോയിലെ ഋതപ്പൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് കാണുന്നത് ഞാനില്ലാത്തോണ്ടായിരിക്കും, ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. കുഞ്ഞിന്റെ ചിന്ത, കുഞ്ഞിനറിയാം എന്തോ പ്രശ്നം നടക്കുന്ന അറിയാം, അവൻ ചോദിക്കത്തില്ല. പക്ഷെ അവനെ ഓർത്ത് കാണും, ദൈവമേ ഞാൻ അമ്മേനെ വഴക്ക് പറയുമോ പോയാൽ, അങ്ങനെ കുഞ്ഞിനറിയില്ലല്ലോ. പറയുന്നുണ്ട് രേണു എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋതപ്പൻ്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും? രേണു എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ എൻ്റെ മകനല്ലേ അത്, ഞാൻ പറഞ്ഞു വെക്കട്ടെ, അതിനെന്താണ്? പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ കുഴപ്പം? എൻ്റെ മകനോട് ഞാൻ പറയും, ചിലപ്പോൾ പറയാതിരിക്കും, അതെൻ്റെ ഇഷ്ടമല്ലേ. അന്ന് എന്തിനാ നാട്ടുകാർ ഇടപെടുന്നത്? അപ്പോൾ ഋതപ്പൻ അന്ന് പോയിട്ട് വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. അവൻ പറഞ്ഞു എന്നോട്, കിച്ചു ചേട്ടായി വന്നു, കിച്ചു ചേട്ടായി എനിക്ക് ചിക്കിങ് മേടിച്ചു തന്നു, ചിക്കിങ് എന്നാണ് പറയുന്നത്, ചിക്കിങ് മേടിച്ചു തന്നു, കുറേ സാധനത്തിലൊക്കെ കറക്കി. ഞാൻ വ്ലോഗ് കണ്ടില്ല കേട്ടോ. എന്താ കാണാത്ത, മനഃപൂർവ്വമാണോ? ഇല്ല, ഞാനൊന്നും കാണാറില്ല, അധികം ഒന്നും കാണാറില്ല. അല്ല, എന്നാലും സ്വന്തം മകനല്ലേ കിച്ചുവും പിന്നെ ഋതപ്പൻ. എൻ്റെ കണ്ണിൽ വന്നാലേ ഞാൻ കാണത്തുള്ളൂ. അല്ല, ഋതപ്പൻ എന്നാലും പുറത്ത് പോയിട്ട് എങ്ങനെ എൻജോയ് ചെയ്തു? ഒരമ്മയ്ക്ക് അങ്ങനെ ഒരു ഉള്ളിൻ്റെ ആഗ്രഹം എന്താണ് ചേട്ടാ, എനിക്കറിയാം. അവൻ സന്തോഷിച്ചല്ലോ, എനിക്കിത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല, സന്തോഷിച്ചത് മതി. നീ ഇടയ്ക്ക് വരട്ടെ, കൊച്ചിനെ കാണട്ടെ, അവൻ്റെ വീടാണ്. അവൻ എപ്പം ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറഞ്ഞല്ലേ, എപ്പം വേണേലും വരട്ടെ, എപ്പം വേണേലും അനിയനെ കാണട്ടെ, സന്തോഷമേ ഉള്ളൂ. ഒരു ദിവസം തിരിച്ച് വന്നിട്ട് രേണു ഞാനിനി ഇവിടെ നിൽക്കുകയാണ്, ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമല്ലേ, അവനവിടെ നിൽക്കട്ടെ. എനിക്ക് ഏറ്റവും വളരെ സന്തോഷമായിരിക്കും അന്നത്തെ, അല്ലേ, ആ ഒരു ദിവസം എനിക്ക് കിച്ചു എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന, എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടിലല്ല, കിച്ചുവിൻ്റെ വീട്ടിലും ഋതപ്പൻ്റെ വീട്ടിലും വന്ന് നിൽക്കുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. എന്തിനാ ചേട്ടാ എന്നെ വിളിച്ചിട്ട്? ഞാൻ കൂളായിട്ടല്ലേ സംസാരിച്ചത്. എന്താ മോനെ, വാ അനിയനെ കൊണ്ടുപോന്ന് പറഞ്ഞ പിന്നെ ഇനി എന്താ, എന്നെ അമ്മ എന്നല്ലേ വിളിച്ചത്? അവൻ്റെ മോനല്ലേ, അവൻ്റെ വീടല്ലേ, വരട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കിച്ചു ഇപ്പം വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ. അങ്ങനെ വിഷമമൊന്നുമില്ല, എന്തിനു വിഷമിക്കുന്നു? അങ്ങനെ വിഷമമൊന്നും. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ഇഷ്ടമാണ് അത്, വിളിക്കാതിരിക്കാൻ. വിളിച്ചല്ലോ, ടൈം ഉണ്ടായിരുന്നു, സമയമില്ലല്ലോ, എനിക്കുമില്ല അവനുമില്ല. ഈ ഹെയറിന് എന്താ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുന്നത്? ഇത് ദുബായി പോയപ്പോൾ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു, റോസസ് ഡ്യൂവിൽ ചെയ്തത്. എൻ്റെ ഒറിജിനൽ മുടിയാണ്, കുറേ ഉണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞത്, ഒറിജിനൽ മുടിയാണ്. ഒരു വെപ്പ് മുടിയല്ല, വേണേൽ പറിച്ച് വലിച്ചു പറിച്ചു. വലിച്ചു. എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല, കളർ ചെയ്ത മുടി. പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കോ, എനിക്ക് വിഷയമൊന്നുമില്ല. രേണു, ഈ വജ്രത്തിന്റെ മാലേന്റെ ലോക്കറ്റ് ഗിഫ്റ്റ് കിട്ടിയതാണ്, കാമുകൻ തന്നതെന്നൊക്കെ പറയുന്നു. ആരാ പറഞ്ഞത്? ഇപ്പം ഇവിടുന്ന് ഉണ്ടായ എനിക്കൊരു കാമുകനും ഇല്ല, കാമുകനോട്ട് തന്നിട്ടുമില്ല. ഇത് എൻ്റെ മാലയാണ്, ഞാൻ വാങ്ങിച്ചത്. ഇനി രേണുവിന്റെ കഴുത്തിലൊക്കെ ആഭരണങ്ങൾ കൂടി വരുമോ? ഞാൻ സത്യം പറഞ്ഞാൽ ആഭരണം ഇടാൻ പേടിയാണ്, സ്വർണ്ണക്കടത്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പേടിയാണ് ആഭരണം ഇടാൻ. അതുകൊണ്ടാണ് ഈ തീരെ ചെറിയൊരു സാധനം ഇട്ടത്. ഇതെങ്കിലും ഇട്ടില്ലെങ്കിൽ അങ്ങനെ ആരാനെ പഠിച്ചിട്ട് എന്തിനാ ആഭരണം ഇടാതെ? സ്വന്തം ഇഷ്ടമല്ലേ ഇതൊക്കെ? അതല്ല, അങ്ങനെയല്ല, എനിക്ക് താല്പര്യമില്ല ഒരുപാട് ആഭരണം. അതൊന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞ വെറുതെയാണ്, പേടിയും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണേൽ കുറേ ഇട്ടുകൊണ്ട് നടക്കാം. ആഭരണം ഇല്ല, അത്ര ഇല്ല ഇടാത്തത്. കുറേയൊക്കെ പണയത്തിലൊക്കെ വെച്ചിട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കുറവല്ലേ, ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചല്ലോ. അല്ല, ഞാൻ ഒരു കഴിഞ്ഞ മാസം ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന സമയമില്ല, ഡെയിലി ഇനോഗ്രേഷൻ, ഡെയിലി പ്രൊമോഷനാണ്. ഇപ്പം കുറച്ച് ചൂടും അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രാം കുറവാണ്. എനിക്ക് സാധാരണ എന്താ പറയുക, തിരക്കാകുമ്പോഴത്തേന് എനിക്ക് തിരക്കാവും, ദൈവം അതെല്ലാം തരും. എൻ്റെ മാനേജറുണ്ടല്ലോ, ശക്തിയായിട്ടുള്ളൊരു മാനേജറുണ്ടല്ലോ എനിക്ക് കൂടെ. അപ്പം എനിക്ക് പ്രോഗ്രാമുകൾ വന്നുകൊണ്ട് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്, പ്രോഗ്രാംസ് ഇപ്പം തന്നെ നല്ല ഇത്രയും വലിയൊരു എന്താ പറയുക ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു വലിയൊരു സിനിമയിൽ വിളിച്ചില്ലേ, സന്തോഷമല്ലേ? സാറ് പറഞ്ഞ കേട്ടോ, ഒരു ക്യാരക്ടർ വേഷമാണെന്നാണ് പറഞ്ഞത്. 5 നായന്മാരിൽ ഒരു നായൻ്റെ വൈഫായിട്ടാണെന്നാണ് പറഞ്ഞത്. കോമഡി വേഷമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി വേഷം, ഈ ഗോസ്റ്റ് വേഷം ചെയ്യാൻ. എന്തായാലും അമാനുഷു എന്ന് പറയുന്നൊരു ഹൊറർ കോമഡി ത്രില്ലർ അല്ലേ, അഭിനയിക്കാനും എന്നെ നിതീഷ് സാറ് വിളിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്കൊന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഷൂട്ട് ആരംഭിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ദയാവതത്തിലെ കുറച്ച് ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റി. ദയാവതം ഞാൻ അഭിനയിച്ച സിനിമയിലെ ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റി. അവരൊക്കെ ആർട്ടിസ്റ്റുകളാണ്, ചെയ്യണ ആർട്ടിസ്റ്റുകളാണ്, അവരൊക്കെ കാണാൻ പറ്റി. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു സാറ്, വന്ന് ചെയ്യണം. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ അഭിനയിക്കും.